ഫ്ലാഷ് ബാക്ക്. മമ്മൂട്ടി പറയുന്നത് റിവ്യൂ സിനിമയെ തകർക്കുമെന്ന അഭിപ്രായം തനിക്കില്ല. റിവ്യൂവിൻ്റെ വഴിക്കും സിനിമയുടെ വഴിക്കും പോകട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്ന് വെച്ചാൽ റിവ്യൂവിനെ നിർത്തിയിട്ടൊന്നും സിനിമ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. സിനിമ റിവ്യൂക്കാർ ഒരു വഴിക്കാൻ പോകും, സിനിമ ഈ വഴിക്ക് പോകും. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലേ? കൊടലേ കൈ ഉറപ്പാണല്ലോ. അല്ലേ കൊടലേ കൈ. അപ്പോൾ മമ്മൂട്ടിയും ഭയക്കുന്നുണ്ട് നെഗറ്റീവ് റിവ്യൂവിനെ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഈ ഒരു നീക്കം ആ ഒരു ചൊരുക്കുകൊണ്ടാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. മോശം പറയുന്ന ആളുകളെ നിശബ്ദരാക്കാനുള്ള നമ്മുടെ ആഗ്രഹവും കച്ചവടക്കാരൻ്റെ കണ്ണിൽ തെറ്റൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ റിവ്യൂവിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് മമ്മൂട്ടി എന്ന് പറഞ്ഞു. റിവ്യൂവിൻ്റെ വഴിക്ക് പോകണ്ട, ഞാൻ കോപ്പിറൈറ്റ് കൊടുത്ത് തടയുമെന്നാണ് മമ്മൂട്ടിയുടെ നിലപാട്. ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞില്ല. അവർക്കാർക്കും ഈ കോപ്പിറൈറ്റ് കൊടുത്തിട്ടില്ലല്ലോ, അവരുടെ ആരുടെയും വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുന്നില്ല. അപ്പോൾ നെഗറ്റീവായി പറഞ്ഞ ആളുകളുടെ സംഗതി വേണ്ട എന്ന് തീരുമാനിക്കുക. പണം കണ്ട് ഇഷ്ടപ്പെട്ടാൽ നല്ലതാണെന്ന് കൊട്ടിഘോഷിച്ചോളൂ, ഞങ്ങൾക്ക് സന്തോഷം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെവിടെയും പറയരുത് എന്ന് പറയുന്നത് ഒരു നല്ല സമീപനമല്ല. റിവ്യൂവിൻ്റെ വഴിക്ക് പോട്ടെ, സിനിമയുടെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ അതേ മമ്മൂട്ടി അതേ സ്പിരിറ്റിൽ തന്നെ ഈ നെഗറ്റീവ് റിവ്യൂകളെ കാണാനും തയ്യാറാകണം.